അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. US നടത്തിയ ആക്രമണങ്ങൾ മറക്കാൻ കഴിയില്ലെന്നും വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിച്ചുവെന്നും ഇറാൻ. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാനിയൻ കപ്പൽ ആക്രമണവും അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാഗ്ചി. കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്ത അമേരിക്കയ്ക്ക് ഉചിതമായ മറുപടിയെന്നും IRGCയും വ്യക്തമാക്കി. അതേസമയം എണ്ണവില വീണ്ടും കുതിക്കുന്നു. ബാരലിന് $100 അടുത്തെത്തി. യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും വഴിമുട്ടി. തിരിച്ചടിക്കുമെന്നും ഇനി അമേരിക്കയുമായി പുതിയ ചർച്ചയ്ക്ക് തങ്ങൾ ഇല്ല എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത് അമേരിക്ക വെടിനിർത്തൽ ധാരണ ലംഘിച്ചതോടെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ പ്രകോപനം. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മറക്കാനാവില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക അത് ലംഘിച്ചു. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഇറാൻ പറയുന്നു. US ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായിരുന്നുവെന്നാണ് ഇറാന്റെ വാദം. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ എണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവെപ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാവലയം ഒരുക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കാത്തുനിൽക്കുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളുടെയും സുരക്ഷയ്ക്കാണ് സേന മുൻഗണന നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.